ഷാഫി ചാലിയ മറുപടി നൽകട്ടെ. ഷാഫി ചാലിയ മറുപടി പറയട്ടെ. കൂടിയുള്ളത് ഭാരതമാതാവ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ സജീഷ് ഇവിടെ എതിർക്കുകയുണ്ടായി. ഇന്ന് ഏതായാലും അതിന് സമയമില്ല. അതിന്റെ ചരിത്ര രേഖകളും അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതാംബ എന്നൊരു സങ്കല്പമുണ്ട് എന്ന് ചോദ്യമുണ്ട്. ഈ CPIയുടെ പ്രതിഷേധത്തിലും ഭാരത് മാതാ കി ജയ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അല്ല, ഈ ഭാരത് മാതാ കി ജയ് INA-യുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ, കഴിഞ്ഞല്ലോ, 2 മിനിറ്റേ ഉള്ളൂ. പിന്നെ സെൻകുമാറിന് വേണ്ടി ലീഗിന്റെ നേതാവ് വക്കീലായി പോയി. എപ്പോഴാണ് പോയത്? BJP-യിൽ ചേർന്ന സെൻകുമാറിന് വേണ്ടി ലീഗ് പോയിനോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇയാൾ BJP ചേരുന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അല്ല, അതാണ് മുൻപേ മനസ്സിലാക്കിയത് പിണറായി വിജയനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സജീഷിന്റെ വാദം BJP ചേർന്ന ശേഷമുള്ള സെൻകുമാറിനെ കുറിച്ചല്ല, ഷാഫി ചാലിയ അതിന് മുൻപുള്ള സെൻകുമാറിനെ കുറിച്ചാണ്. സ്മൃതി, അങ്ങനെ അല്ല, അങ്ങനെയാണ്. ശ്രീലേഖ ഇവരുടെ സർക്കാരിന്റെ കാലത്താണ് BJP പോയത്. അതിന്റെ ഉത്തരവാദിത്വം സ്വീകരിച്ച പല നിലപാടുകളുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് എന്താണ് RSSന്റെ സൈദ്ധാന്തികനായ ഈ ഗവർണറെ മുഖ്യമന്ത്രിയെ പോലും മാറ്റി നിർത്തി ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തെരഞ്ഞെടുത്തത് എന്തിനാ? അത് പഠിക്കണ്ടേ? ഇയാൾ നമ്പർ 1 സംഖ്യയായി മനുഷ്യനാണെന്ന് അറിയണല്ലേ? ബഹിഷ്കരിക്കാനുള്ള തീരുമാനം മുൻപേ വന്നതായിരുന്നു എന്ന രൂപത്തിൽ എങ്ങനെയാണ് പറയാ ഷാഫി ചാലിയ? അവർക്ക് അവസരം കൊടുത്താണ്. അല്ലെ, ഗവർണർ വന്നു കഴിഞ്ഞു. ഗവർണറെ നിയോഗിക്കുന്ന കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാർ താല്പര്യത്തിനനുസരിച്ചല്ല. അത് നിങ്ങൾ ഭരിക്കുമ്പോഴായാലും LDF ഭരിക്കുമ്പോഴായാലും അത്തരം ഒത്തുതീർപ്പുകൾ വേണ്ടിവരും. പക്ഷേ വിഷയങ്ങളിൽ നിലപാടെടുക്കുക എന്നാണ് പ്രധാനം. സജീഷിന്റെ ഒത്തുതീർപ്പല്ല, സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഓഫ് ഹെഡ് എന്നുള്ള നിലക്ക് ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എല്ലാത്തിനും മുഖ്യമന്ത്രിയെ വിളിക്കണം എന്നുള്ളതാണോ അതിന്റെ പരിഹാരമായി താങ്കൾ കാണുന്നത്? ഗവർണർ ഈ പടർപ്പിൽ തല്ലി വിഷയത്തെ കാണരുത് ശ്രീ ഷാഫി ചാലിയ. പരിപാടി ഗവർണറല്ലേ നടത്തുന്നത്? ശരി ശ്രീ ഷാജി രാഘവൻ ഒരു സാഹചര്യം അത് താങ്കൾക്ക് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ നിങ്ങളെ സംബന്ധിച്ച് RSS പരിപാടിയുമായി കേരളത്തിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധിക്കാം, തെരുവിൽ പ്രതിഷേധിക്കാം. ആ തെരുവിൽ പ്രതിഷേധിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഊർജം തരികയും നിങ്ങളുടെ ആശയങ്ങൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പരുവത്തിൽ ആവുകയും ചെയ്യും. ഇതാണോ നിങ്ങളുടെ തന്ത്രം? ശ്രീ NP ചെക്കുട്ടി പറഞ്ഞത് അതാണ്. നേരത്തെ വേറെ ആരുകൂടി ആ പ്രതികരണം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും. അതായത് തെരുവിലെ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്യുക. സ്മൃതി, എനിക്ക് ഇത്തിരി സമയം തരണം. നിങ്ങൾ ദയവേത് ഇടപെടരുത്. ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ താങ്കൾ ഇടപെടുന്നുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ശ്രീ SK സജീഷ് ആയാലും ഷാഫി ചാലിയമായാലും ശ്രീ ചേക്കുട്ടി ആയാലും അവരൊരു കാര്യം വളരെ വ്യക്തമാക്കി. അവരൊരു കാര്യം പറഞ്ഞത് ഞാനും അംഗീകരിക്കുക. കാരണം ഭാരത് മാതാവും അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയും വന്ദേ മാതരം ഒന്നും RSSന്റെ കുത്തകയല്ല. സമ്മതിച്ചു സാർ. പക്ഷേ ഇന്ന് ഈ രാജ്യത്ത് ഇത് ഏറ്റെടുത്ത് നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനം RSS BJP മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം. നിങ്ങളിതിനെ ഇന്ന് വെറുക്കുന്നു എന്നുള്ളതാണ്. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അലിമുള്ള ഖാൻ പറഞ്ഞ സാർ പ്ലീസ്,
അതിൽ I don't നിങ്ങൾക്ക് agree, I don't അവകാശമില്ല agree. എന്നാണ് പറഞ്ഞത്. സ്മൃതി, നിങ്ങൾ ഇടപെടണം. അല്ല, അതല്ല, തെറ്റാണ്. ഒറ്റ മിനിറ്റ്, അല്ല, നിങ്ങളുടെ സമയത്ത് സനോജ്, ഞാൻ ഇടപെട്ടിട്ടില്ല. പറയട്ടെ. നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. സനോജ് അദ്ദേഹം നിങ്ങളുടെ പൂർത്തിയാക്കട്ടെ. സമയത്ത് ഞാൻ സനോജ് ഇടപെട്ടിട്ടില്ല. പൂർത്തിയാക്കട്ടെ. അല്ല, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ പ്രതീകങ്ങളുമാണ്. സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇടപെട്ടിട്ടില്ല. അതിന് അവകാശമില്ല. അവകാശത്തിലില്ലാത്തതെടുത്ത് തലയിൽ വെക്കുകയാണ്, എന്നിട്ട് അത് ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നതാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞ ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളല്ല. സജീഷ്, നിങ്ങളുടെ പാർട്ടി ഈ കാര്യങ്ങൾ കഴിഞ്ഞ ഏറെക്കാലമായിട്ട് ഈ രാജ്യത്ത് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി ഉപ്പ് വച്ച കലം പോലെ ഈ രാജ്യത്ത് മാറിയത്. നിങ്ങൾക്കറിയുമോ, 1925 അടുത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെത്തുന്നത്. അതിന് സമാനമായ കാലത്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അല്ലെ RSS ഇവിടെ രൂപം കൊള്ളുന്നത്. നിങ്ങൾ ഇന്ന് ഉപ്പ് വച്ച കലം പോലെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിയില്ലേ? നിങ്ങളുടെ ഈ സമീപനമാണ് മിസ്റ്റർ. ഞങ്ങൾ ഈ അലിമുള്ള ഖാൻ പാടിയ ഉയർത്തിപ്പാടിയ ഭാരത് മാതാ കീ ജയ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വിളിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഈ രാജ്യം അംഗീകരിക്കുന്നത്. സജീഷ് മര്യാദയോട് കാണിക്കരുത്. നിങ്ങൾ സജീഷ് പൂർത്തിയാക്കട്ടെ. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യും. സജീഷ്, നിങ്ങളുടെ ഈ പിത്തലാട്ടം ചാനൽ ചർച്ച നിങ്ങൾ കാണിക്കരുത്. മര്യാദകേടാണ്. സജീഷ് കാണിക്കുന്നത് മര്യാദകേടാണ്. ഞാനൊരു കാര്യം പറഞ്ഞു പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഞാനൊരു കാര്യം പൂർത്തീകരിക്കാം. സജീഷ് ഈ തരത്തിലുള്ള ചർച്ചയ്ക്കാണെങ്കിൽ അടുത്ത ചർച്ചയിൽ ശരിയല്ല. ഒന്ന് പറയട്ടെ. സ്മൃതി ഈ വിഷയത്തിൽ ഇടപെടണം. ഷാജി രാഘവൻ ഇടപെടുകയാണല്ലോ. പറയൂ, താങ്കൾ പൂർത്തിയാക്കൂ. മര്യാദയോടാണ്. എനിക്ക് കൃത്യമായ സമയം തരാതെ നിങ്ങൾ ഈ ചർച്ചയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് ശരിയായ രീതിയല്ല. നിങ്ങളെ 4 പേർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ചർച്ചയിൽ. നിങ്ങൾ ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെ, അവതാരകൻ ഉൾപ്പെടെ ഈ പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് എത്ര സമയം തരും? സ്മൃതി, നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് അഖണ്ഡ ഭാരതത്തെ പറ്റിയിട്ടാണ്. സാർ, ഈ വന്ദേ മാതരത്തിലെ ബങ്കിം ചാറ്റർജി പാടിയതിന്റെ ഒരു പിക്ചറൈസേഷനാണ് ഭാരത് മാതാവ് എന്നുള്ളത്. അത് ഞങ്ങൾ നെഞ്ചിലേറ്റിട്ടുണ്ട്. ആ സങ്കല്പം കൊണ്ടു നടക്കാനുള്ള എല്ലാ അവകാശം എല്ലാ ഭാരതീയനുമുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു. നെഹ്റു 1947 രാത്രി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ മഹാത്മാഗാന്ധി അതിർത്തിയിലായിരുന്നു. ഈ രാജ്യത്തെ വെട്ടുമുറിച്ചതിൽ വേദനയുള്ളവരായിരുന്നു സ്വാതന്ത്ര്യ സമര കാലത്തുള്ളവരും. പക്ഷെ അതിനുശേഷമുള്ള കോൺഗ്രസ്, CPM അന്നു മുതലും ഈ രാജ്യത്തെ ഒരു മാതാവ് എന്നുള്ള രാഷ്ട്രമായിട്ട് പോലും കാണാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മുദ്രാവാക്യങ്ങൾ ഇന്ന് അറപ്പ് തോന്നുന്നതും ഞങ്ങൾ നെഞ്ചിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനമായിട്ട് BJP ഒക്കെ ഈ രാജ്യത്ത് മാറുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അതാണ് ഇപ്പോൾ CPM ഉപ്പുവെച്ച കലം പോലെ എന്നുള്ള പരാമർശമാണല്ലോ, എന്ന പരിഹാസമാണല്ലോ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത്. CPM ഇവിടെ നൂല് പോലെ ഒരു പാർട്ടി, എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന പരിഹാസമാകാം. ആ പരിഹാസം പറയുന്നു, ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ലംഘനത്തിന് ഞങ്ങൾക്ക് കഴിവുണ്ട്, അത് ഞങ്ങൾ തുടരും. അതല്ലേ ആ വെല്ലുവിളി? അല്ല, അത് അസംബന്ധമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. ജനാധിപത്യത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. ഭൂരിപക്ഷത്തിന് മാത്രമുള്ള ഒരു സംഗതിയല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൂടി, നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ കൂടി പൂർണ്ണമായിട്ടും സംവിധാനമാണ്. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന വിഷയമല്ല. അതൊക്കെ അമിതമായിട്ട് ചേക്കുട്ടി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വർഗീയതയല്ലല്ലോ, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, അത് മിണ്ടാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ജനാധിപത്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെ അതിലംഘിക്കുന്ന ഒന്നിനെയും രാജ്യത്ത് ആരും അംഗീകരിക്കില്ല. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇനി ബാക്കി നിങ്ങൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ BJP
അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അലിമുള്ള ഖാൻ ഉയർത്തിയ മുദ്രാവാക്യമായാലും ഭാരതത്തിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് യഥാർത്ഥ സങ്കല്പം ഈ മണ്ണിൽ ഉയർത്തിക്കാട്ടാൻ ശരി, RSSന്റെ സങ്കല്പം രാജ്ഭവനുകളിൽ ഇനി ഉണ്ടാകും. ആ സങ്കല്പം തുടരും. അതിന് ഇന്ത്യയുടെ ഭൂപടവുമായി ബന്ധമില്ല. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രാജ്യം, അതായത് ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തെ ഇന്ത്യ, അങ്ങനെ അവിഭക്ത ഇന്ത്യ, അതാണ് ഇന്ത്യ എന്നുള്ള ഭൂപടം നിങ്ങൾക്ക് രാജ്ഭവനിൽ വയ്ക്കാം, ഭരണഘടനാ സംവിധാനങ്ങളിൽ വയ്ക്കാം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കും പ്രതികരിക്കാം. പക്ഷേ ഞങ്ങൾ അത് തുടരും എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ BJP പ്രതിനിധി നടത്തിയത്. വളരെ നന്ദി SK സജീഷ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.